ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മലയാളം പാട്ടുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മലയാളം, തമിഴോ, ഹിന്ദിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു പാട്ടുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഫോർ ഷെയർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. 50 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പെർമിഷൻസ് ചോദിക്കും. അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുവാണ്. അലോ കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ID ആയിട്ടോ അല്ലെങ്കിൽ ജിമെയിൽ ID ആയിട്ടോ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്കായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത്. നല്ല ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ആപ്ലിക്കേഷനകത്ത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ലോഗിൻ ചെയ്യുവാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്ന പെർമിഷൻസ് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് വരും. അപ്ലോഡ് ഫയൽസ്, അതുപോലെ തന്നെ ഷെയർസ് എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻ ഇവിടെ താഴെ നമുക്ക് കാണാം. ആ ഓപ്ഷനിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എനിക്കിത് ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കാം. ഫയൽസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുകൂടാതെ മുകളിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷനിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാം, വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. താഴെ നിങ്ങൾക്ക് സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ മ്യൂസിക്, വീഡിയോസ്, ഫോട്ടോസ്, അതുപോലെ തന്നെ ഓൾ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് കാണും. നമുക്കിവിടെ മ്യൂസിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മ്യൂസിക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പാട്ടാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം മുകളിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം സോങ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ഇതിൽ നിന്ന് ഒരു മലയാളം സോങ്സ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ആ സോങ് എല്ലാ പാട്ടുകളും വർക്ക് ചെയ്യുന്നുണ്ടോ, ഒന്നും വിഷയമില്ല. ഏത് പാട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഇതിനകത്ത് നിന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ സെർച്ച് ചെയ്തൊരു പാട്ട് എടുക്കുകയാണ്. അകലെ ഒരു കാടിൻ്റെ എന്ന് പറയുന്ന പാട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്തെടുത്തേക്കുന്നത്. ആ ഒരു പാട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനൊക്കെ അനുസരിച്ച് പെട്ടെന്ന് തന്നെ പാട്ട് ഡൗൺലോഡ് ആകുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുകളിൽ ഡൗൺലോഡ് സിംബൽസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡായി കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. താഴെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷം ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഡാറ്റാസൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗൗട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. ലൈക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ അറിവുകളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.